പക്ഷേ നന്മ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിടത്തും വത്തബിഇ സബീല മൻ അനാബ ഇലയ്യ, മാതാപിതാക്കളെ മാർഗമെന്തോ അതിൽ നീ മുറുകെ പിടിക്കണം എന്നല്ല പറഞ്ഞത്. അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം. അവർ ചിലപ്പോൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും ഉമ്മ ബാപ്പ എന്നൽക്ക് നന്മ ചെയ്തു കൊടുക്കണം. പക്ഷേ നീ പിന്തുടരേണ്ടത് എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗത്തെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തറക്തു ഫീകും ശൈഅൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് എന്റെ ശരീഅത്തും. അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കുന്ന പ്രശ്നമേ ഇല്ല. വലൻ യതഫറഖാ ഹത്താ യരിദാ അലയ്യൽ ഹൗൽ. നാളെ ഹൗദുൽ കൗസറിനടുത്ത് അത് രണ്ടും എന്റെ അടുക്കൽ വരുന്നത് വരെയും അത് രണ്ടും തമ്മിൽ വേർപിരിയുകയില്ല. ഖുർആനും സുന്നത്തും തമ്മിൽ വേർപിരിയുന്ന പ്രശ്നമില്ല. അത് പരസ്പര പൂരകങ്ങളാണ്, ഒന്നൊന്നിന് പൂരകമാണ്, അല്ലാതെ ഒന്നൊന്നിനെതിരല്ല. ആ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക, അതാണ് വിജയത്തിന്റെ മാർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ പൂർവ്വപിതാക്കളുടെ നടപടിക്രമങ്ങളെ മുറുകെ പിടിക്കണം എന്നല്ല. മാത്രമല്ല, നാം നാളെ പരലോകത്ത് ചോദ്യത്തിന് വിധേയമാകുന്നത് ഒരിക്കലും നമ്മുടെ ഉപ്പാപ്പമാരെന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ചല്ല, നമ്മൾ എന്തു നിലപാട് സ്വീകരിച്ചു എന്നാണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ കഴിഞ്ഞു പോയ ഒരു സമുദായം, അവർ സമ്പാദിച്ചതിന്റെ ഗുണം അവർക്കുണ്ട്. ദോഷമാണെങ്കിൽ ദോഷം, ഗുണമാണെങ്കിൽ ഗുണം. അത് ആ തലമുറക്കാണ് അനുഭവിക്കാനുള്ളത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്. വലാ തുസ്അലൂന, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. അമ്മാ കാനൂ യഅമലൂൻ, കഴിഞ്ഞ തലമുറ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് നിങ്ങളോട് ഒരിക്കലും ചോദ്യം ചെയ്യുന്നതല്ല. നിങ്ങൾ ചെയ്തതെന്ത്, നിങ്ങൾ വിശ്വസിച്ചതെന്ത് എന്നാണ് നിങ്ങൾ മറുപടി പറയേണ്ട വിഷയം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദാ ഖീല ലഹും തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റണമെന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലൂ ബൽ നതബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളെ പൂർവ്വപിതാക്കൾ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അതിന് ഖുർആൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വപിതാക്കന്മാർ ചിന്തിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലുമോ, അവർ സന്മാർഗത്തിലായിരുന്നു, അവരുടെ നിലപാട് ബുദ്ധിപൂർവകമായി ശരിയായിരുന്നു, ചിന്തിച്ചും ആലോചിച്ചുമാണ് അവർ ആ നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെ ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ അതിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അതിലൽപ്പം ന്യായമുണ്ട്. അവർ വഴിതെറ്റിയിരുന്നു, അവർക്ക് സന്മാർഗത്തിന് വ്യതിയാനം സംഭവിച്ചിരുന്നു, അവർ ബുദ്ധിപരമായി ആലോചിക്കാതെ അതിൽ പെട്ടുപോയതാണ് എന്നൊക്കെ മനസ്സിലായിട്ടും നിങ്ങൾ വെറും ഒരു പാരമ്പര്യവാദത്തിന്റെ പേരിൽ അതിൽ കടിച്ചു തൂങ്ങുകയാണോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സലഫികൾ പറയുന്നു, പാരമ്പര്യം പ്രമാണമല്ല, പാരമ്പര്യത്തെ മുഴുവനും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. എത്ര ഉപ്പാപ്പമാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന വിശ്വാസമാകട്ടെ ആചാരമാകട്ടെ അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റുരച്ചു നോക്കി ശരിയായത് സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളുകയും വേണം. 10 ഉപ്പാപ്പമാരെ കാലം മുതൽ നിലനിൽക്കുന്നതായാലും ഖുർആനിനെതിരാണോ ഹദീസിനെതിരാണോ സസന്തോഷം തള്ളിക്കളയുവാൻ നാം തയ്യാറാകണമെന്നാണ് സഹാബികൾ മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലപാടിലാണ് യഥാർത്ഥത്തിൽ സലഫികൾ നിലകൊള്ളുന്നത്. അതിനിവിടുത്തെ സൂഫികൾ തയ്യാറില്ല. അവർ പറയുന്നത് ഉപ്പാപ്പരെങ്ങനെ ചെയ്ത് ഉമ്മാമ്മമാരെങ്ങനെയാ ചെയ്ത്, ഓലൊക്കെ നരകത്തിലാ, എന്നാ നമ്മളും നരകത്ത് പോയിക്കോട്ടെ. വളരെ എളുപ്പമാണ്. നരകം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബേജാറും ഇല്ലാത്ത മാതിരി, അങ്ങനെ എൻ്റെ ഉപ്പാപ്പ നരകത്തിലാണ് ഞാനും നരകത്ത് പോയിക്കോട്ടെ എന്ന ഒരു നിലപാട്. അതുപോലെ തന്നെ മദ്ഹബുകളാണ് സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രമാണം. നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നു, നമ്മളെ മദ്ഹബ് അങ്ങനെയാണ്. നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നു, അത് ഷാഫി മദ്ഹബിൽ ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഷാഫിയാണ്, ഇയാൾ ഹനഫിയാണ്, അയാൾ ഹംബലിയാണ്. അങ്ങനെ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്നിങ്ങനെ 4 കൈവഴികളുണ്ട്. അത് അന്ധമായി പിന്തുടരുക. ആ കിതാബുകളൊന്നും നോക്കാൻ പാടില്ല എന്ന് സലഫികൾ പറഞ്ഞിട്ടില്ല. എല്ലാ മദ്ഹബിന്റെ കിതാബും നോക്കാം, പക്ഷെ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചത് മാത്രമേ എടുക്കാവൂ എന്നേ സലഫികൾ പറഞ്ഞിട്ടുള്ളൂ. ഓരോ സലഫി പ്രവർത്തകരും ഖുർആനും ഹദീസും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്തി ഇജ്തിഹാദ് നടത്തി കാര്യം മനസ്സിലാക്കണമെന്നല്ല. മുൻഗാമികൾ എങ്ങനെയാണ് വിഷയങ്ങൾ മനസ്സിലാക്കിയത്, അവർ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം, ആ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കണം. പക്ഷേ അവരുടെ ഉസൂലുകൾ എന്താണ്, അവർ കാര്യങ്ങൾ സമീപിച്ചത് എങ്ങനെയാണ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന് നോക്കി ആ മൻഹജിലൂടെ തന്നെ നമ്മളും കാര്യങ്ങൾ പഠിക്കണം. സലഫികൾ പറയുന്നത് മദ്ഹബുകൾ ഇസ്ലാമിലെ അവസാനത്തെ വാക്കല്ല. മദ്ഹബിന്റെ ഇമാമുകൾ തെറ്റുപറ്റാത്ത മഅസൂമുകളല്ല. ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കിതാബും സുന്നത്തും പിൻപറ്റണമെന്നാണ്. ഞങ്ങളെ പിന്തുടർന്നോളൂ, ഞങ്ങളെ വാക്കുകൾ നിങ്ങൾ ചങ്ക് തൊടാതെ വിഴുങ്ങിക്കോളൂ, ഞങ്ങൾ പറയുന്നത് സത്യസമ്പൂർണമാണ്, നിങ്ങൾ തെളിവ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഹദീസിനെതിരായി വല്ലതും എന്റെ വാക്കിൽ നിങ്ങൾ കണ്ടാൽ എന്റെ വാക്കിനെ നിങ്ങൾ വലിച്ചെറിയണം.
ഫഅമലു ബിൽ ഹദീസ്, ഹദീസ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം എന്താണ്? പ്രമാണങ്ങൾക്കെതിരിൽ ഇമാമിങ്ങളെ വാക്കിൽ കണ്ടാൽ മഹാനവറുകളല്ലേ, വലിയ ഭാഷാ പണ്ഡിതനല്ലേ, ഖുറൈശിയല്ലേ, റസൂലുള്ളാഹിന്റെ പരമ്പരയിൽപ്പെട്ട ആളല്ലേ, ഒക്കെ ആണെങ്കിലും മഅസൂമല്ല. സഹാബികൾ പോലും മഅസൂമല്ല, പിന്നല്ല ഇമാമിങ്ങൾ സഹാബികൾക്ക് ശേഷം വന്നേ. അപ്പൊ അതുകൊണ്ട് അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രമാണങ്ങൾക്കെതിരായ അവരുടെ നിലപാടുകൾ തിരുത്താൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഞങ്ങളുടെ വാക്ക് ദീനിൽ പ്രമാണമല്ലെന്നും പ്രവാചകന്റെ വാക്കാണ് പ്രമാണമെന്നും ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, മദീനയിലെ ഇമാം എന്ന പേരിൽ ശ്രുതിപ്പെട്ട മഹാനവറുകൾ, മുവത്തഇന്റെ കർത്താവ്, അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബർ നിൽക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ വാക്ക് മാ മിൻ അഹദിൻ ഇല്ലാ വഹുവ മൗഖൂദുൻ മിൻ കലാമിഹി വമർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഈ ഖബറിന്റെ ഉടമയായ റസൂലിന്റേതൊഴികെ. അതിൽ പിന്നെ കൊള്ളേണ്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ, തള്ളേണ്ടതൊന്നും ഉണ്ടാവൂല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റിയെന്ന് പറയുന്ന ഹനഫി മദ്ഹബുകാരുടെ നേതാവെന്ന് വാഴ്ത്തപ്പെടുന്ന ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. എന്റെ തെളിവെന്താണെന്നറിയാത്തവൻ എന്റെ വാക്ക് കൊണ്ട് ഫത്വ കൊടുക്കൽ ഹറാമാണ്. അബൂ ഹനീഫ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഫത്വ കൊടുക്കാൻ പോണ്ട. അബൂ ഹനീഫയായ ഞാൻ ഏത് ആയത്തിനെയാണ് അവലംബിച്ചത്, ഏത് ഹദീസിനെയാണ് അവലംബിച്ചത്, ഏത് അസറിനെയാണ് അവലംബിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. എന്റെ വാക്ക് പ്രമാണമല്ല, ഞാൻ അവലംബിച്ച പ്രമാണമേതോ അതാണ് പ്രമാണം. ആ വാക്കും പ്രമാണവും തമ്മിലുള്ള പൊരുത്തം നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ എന്റെ വാക്കുകൊണ്ട് ഫത്വ കൊടുക്കാൻ പോണ്ട. അങ്ങനെ ഫത്വ കൊടുക്കൽ ഹറാമാണ്. അപ്പൊ സ്വന്തം വാക്ക് ദീനിൽ പ്രമാണമല്ലെന്ന്, ഞങ്ങളുടെ വാക്ക് ദീനിൽ ഒരിക്കലും പ്രമാണമാക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ഇമാമായി അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹ്, അദ്ദേഹം പറഞ്ഞെന്താരോ? ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലികൻ വലൽ ഔസാഇയ വലൻ നഖഇയ വഖുദിൽ അഹ്കാമ മിൻ ഹൈസു അഖദു മിനൽ കിതാബി വസ്സുന്ന. നീ എന്നെ അന്ധമായി തെളിവിന്യായവും നോക്കാതെ പിൻപറ്റല്ലേ. ഇമാം മാലിക്കിനെയോ ഇമാം ഔസാഇയെയോ ഇമാം ഇബ്രാഹിം നഖഇയെയോ ആരെയും നീ അന്ധമായി പിന്തുടരരുത്. അവരൊക്കെ ദീനിന്റെ വിധികൾ മനസ്സിലാക്കി കിതാബും സുന്നത്തുമാണ്, അവിടുന്ന് നീയും മനസ്സിലാക്കിക്കോ. യഥാർത്ഥത്തിൽ ഇമാമുകളുടെ ഈ വസിയ്യത്താണ് ഇസ്ലാഹി പ്രസ്ഥാനം പണ്ട് മുതൽക്കേ തുടർന്നു വരുന്നത്. സലഫികൾ ലോകത്തിന്റെ നാനാഭാഗത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും പ്രമാണങ്ങളോടുള്ള ഈ പ്രതിബദ്ധതയുടെ വെളിച്ചത്തിലുള്ള ദഅവത്താണ്. നാലിലൊരു മദ്ഹബ് പിൻപറ്റൽ, തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സൂഫികൾ നിലകൊള്ളുന്നത്. എന്നാൽ സലഫികൾ എന്തു പറയുന്നു? 4 അല്ല 40 ഉണ്ടെങ്കിലും ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചത് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. പ്രമാണങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ തിരിച്ചു വരണം. ഇതാണ് സലഫി ദഅവത്തിന്റെ കാതൽ. ഇവിടെയാണ് മറ്റു ദഅവത്തുകളുമായി നമുക്ക് വേർപിരിയേണ്ടി വരുന്നത്. പ്രമാണത്തിനു പകരം വേറെ പലതിനെയും പ്രമാണമാക്കുന്നു. പാരമ്പര്യത്തെ പ്രമാണമാക്കുന്നു, മദ്ഹബുകളെ പ്രമാണമാക്കുന്നു, നാട്ടു നടപ്പുകളെയും മാമൂലുകളെയും പ്രമാണമാക്കുന്നു. അതിനൊക്കെ വേണ്ടി പ്രമാണങ്ങളിൽ വന്ന സത്യങ്ങളെ, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതൽക്കേ പറഞ്ഞു, നിലവിലുള്ള മുസ്ലിം സമുദായത്തിലെ വിശ്വാസാചാരങ്ങളെ പ്രമാണങ്ങളുമായി മാറ്റുരച്ചു നോക്കി തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള ആർജവം, ഇച്ഛാശക്തി അത് മുസ്ലിം സമുദായത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ധൈര്യം ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കലല്ല, ഉള്ള സംഗതിയിൽ കാലക്രമത്തിൽ കയറി കൂടിയിട്ടുള്ള വൈകല്യങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ഇല്ലാതാക്കി അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിക സമുദായത്തിൽ വിവിധങ്ങളായ കക്ഷികളും പാർട്ടികളും ഉടലെടുത്തു. അവരൊക്കെ താങ്കളുടെ രാഷ്ട്രീയവും മതപരവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ചെത്തിയും മിനുക്കിയും വക്രീകരിച്ചും പല ദുർവ്യാഖ്യാനങ്ങളും നടത്തി. അങ്ങനെയുള്ള ഈ സമുദായത്തിൽ അതിലില്ലാത്ത പലതും കടന്നുകൂടി. കാലക്രമത്തിൽ അതൊക്കെ മതത്തിൽ ഉള്ളതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അവിടെയാണ് ഇസ്ലാഹ് ആവശ്യമായി വരുന്നത്. 1400 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ചു മാതൃക കാണിച്ച ഇസ്ലാം ഏതോ ആ ഇസ്ലാം ഇന്ന് ഈ നാട്ടിലും എല്ലാ നാട്ടിലും ഇനിയും നിലനിൽക്കണം, അത് തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ. ഉള്ള ഇസ്ലാമിൽ കയറിക്കൂടിയ ഒരു വൈകല്യങ്ങളെ ഇല്ലാതാക്കി, അനാചാരങ്ങളില്ലാത്ത, ശിർക്ക് ബിദ്അത്തുകളില്ലാത്ത, കലർപ്പില്ലാത്ത ഇസ്ലാം, ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധിയോടെ മുസ്ലിം സമൂഹത്തിനും അമുസ്ലിം സമൂഹത്തിനും മുമ്പിൽ സമർപ്പിക്കുക. ഈ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രവർത്തനം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൂഫികൾ പറയുന്നത് എന്താ? നിലവിലുള്ള മുസ്ലിം സമുദായത്തിൽ തിരുത്താൻ യാതൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പാപ്പമാരിലൂടെ ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ
നബിയിൽ നിന്ന് സഹാബികൾ, സഹാബിൽ നിന്ന് താബികൾ, താബിയും താബികൾ, അങ്ങനെ തലമുറയായി കൈമാറി കിട്ടിയതാണ് ഞങ്ങളുടെ കയ്യിലുള്ള ദീൻ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഇസ്ലാഹിന് ഒരു പ്രസക്തിയുമില്ല. ഇതൊരു തരം സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. നന്നാക്കി തീർക്കുക എന്ന് പറയുകയാണെങ്കിൽ കേടുണ്ടായിട്ട് വേണ്ടേ? ഇവിടെ എന്താ കേട് എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ആവർത്തിച്ചും ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു, നിലവിലുള്ള മുസ്ലിം സമുദായം കൊണ്ടു നടക്കുന്ന ദീൻ റസൂല് കൊണ്ടുവന്ന ദീനല്ല. ആ ദീനിൽ നിന്നും ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. വിശ്വാസങ്ങളിലും ആരാധനകളിലും ആചാരങ്ങളിലും അതുപോലെ തന്നെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ദീനിൽ നിന്നും ജനങ്ങൾ ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു അപജയം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്, ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബദ അൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിക ദഅവത്തുമായി മക്കയിൽ വരുമ്പോ ആളുകൾക്കൊരു അപരിചിതത്വം. ഇതേതാ ഒരു പുതിയ മതം, ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊരു മതം. അങ്ങനെ 23 കൊല്ലത്തെ പ്രയത്നം കൊണ്ട് ഇസ്ലാം നാടാകെ പ്രചരിച്ചു. എന്ന് മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയമായപ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് റസൂലുള്ളാഹിക്ക് കണ്ണറിയെ കാണാൻ അവസരമുണ്ടായി. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മതഭ്രഷ്ടരായി. സകാത്ത് തരാത്ത വിഭാഗം, കള്ളനബിമാർ അവരോധിച്ച വിഭാഗം, അങ്ങനെ പലതരത്തിലും ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാനും വിപ്ലവം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന വിഭാഗങ്ങൾ വരെ ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് ഷിയാക്കൾ ഉണ്ടായി, ഖദരിയാക്കൾ ഉണ്ടായി, അതുപോലെ തന്നെ ഖവാരിജുകൾ ഉണ്ടായി. പലതരത്തിലുള്ള കക്ഷികളും പാർട്ടികളും ഇസ്ലാമിക സമുദായത്തിൽ രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ പോയി അവസാനം അവിടെ എത്തും. കുറെ കാലം കഴിയുമ്പോ ആ മടങ്ങിയിടത്തേക്ക് ഇസ്ലാം തിരിച്ചു പോകും. കുറെ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ റസൂൽ മക്കയിൽ വന്നപ്പോൾ കേട്ടതുപോലെ നമ്മൾ കേൾക്കേണ്ടി വരും. ഇതെന്ത് ഇസ്ലാമാണ്, ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമുക്ക് പരിചയമില്ലാത്തൊരു പുതിയ ഇസ്ലാം എന്ന് പറയുന്ന അവസ്ഥ വരും. അപ്പോൾ ആ ഇസ്ലാമിനെ കയ്യേൽക്കുന്നവർക്ക് അവർക്കാകുന്ന സന്തോഷ വാർത്ത, അവർക്കാകുന്ന അഭിനന്ദനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആരായിരിക്കും ആ അപരിചിതർ? അവർ മഹാഭൂരിപക്ഷമായിരിക്കുമോ? ഓർബത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അപരിചിതത്വമുള്ള നാളുകളിൽ ഇസ്ലാമിനെ കയ്യേൽക്കുന്നവർ ന്യൂനപക്ഷമായിരിക്കും. ജനിച്ചു വളർന്ന നാട്ടിൽ പോലും അപരിചിതനെ പോലെ അയാൾക്ക് ജീവിക്കേണ്ടി വരും. ഒറ്റപ്പെട്ട ജീവിതം അയാൾക്ക് നയിക്കേണ്ടി വരും. കാരണം എന്താ? ഉനാസുൻ സാലിഹൂന ഫീ ഉനാസി സുഇൻ കസീർ മൻ യഅസിഹിം അക്സർ മിമ്മൻ യുതിഉഹും. കുറച്ചു നല്ല മനുഷ്യന്മാർ, വൃത്തികെട്ട ഒരുപാട് മഹാഭൂരിപക്ഷത്തിനിടയിൽ കുറച്ചു നല്ല മനുഷ്യന്മാർ, അവരനുസരിക്കുന്നവർ കുറവായിരിക്കും. അവരെ ധിക്കരിക്കുന്നവരും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഭൂരിഭാഗവും. അങ്ങനെയുള്ള ഒരുപാട് ഭൂരിപക്ഷത്തിന്റെ എതിർപ്പിന് നടുവിൽ ഞെരുങ്ങി കഴിഞ്ഞുകൂടുന്ന, ദീന് നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപരിചിതരായ ഒരു വിഭാഗം അവസാനം 2 പള്ളികൾക്കിടയിലേക്ക്, മക്കയുടെയും മദീനയുടെയും ഇടയിലേക്ക് പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്നത് പോലെ ഇസ്ലാം ചുരുണ്ടുകൂടുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അന്നുസാഉ മിനൽ ഖബായിൽ എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത്. കുടുംബങ്ങൾ അവരെ ഒഴിവാക്കും. എല്ലാ കുടുംബങ്ങളും അവരെ ഒഴിവാക്കും. ഓനെ പറ്റൂല. അങ്ങനെ സുന്നത്ത് നിലനിർത്താൻ വേണ്ടി, ഇസ്ലാം മുറുകെ പിടിക്കാൻ വേണ്ടി കുടുംബങ്ങളിൽ പോലും ബഹിഷ്കരിക്കപ്പെട്ടവരായി, ഒറ്റപ്പെട്ടവരായി ജീവിക്കുന്ന ന്യൂനപക്ഷം. അതാണ് ഇസ്ലാമിന് അവസാന കാലത്ത് വരാൻ പോകുന്ന അപരിചിതത്വം. ആ സന്ദർഭത്തിൽ നമ്മൾ എന്തു വേണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അപരിചിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ആഗ്രഹിക്കണം. ആ അപരിചിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരായി നാം മാറണം. അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്. ജനങ്ങൾ തകരാറിലാകുമ്പോൾ ശരിക്കും ജീവിക്കുന്ന ആളുകൾ, ജനങ്ങൾ നശിക്കുമ്പോൾ യഥാർത്ഥ മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് സമുദായം വഴിതെറ്റിപ്പോകുമെന്ന് നിങ്ങൾ ഇങ്ങനെ ആർത്താർത്ത് പറയുന്നത് എന്തിനാ? സമുദായത്തിന് അങ്ങനെ വഴിതേടുണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ലല്ലോ. നബിയിൽ നിന്ന് സഹാബികൾ, സഹാബി, താബി, അങ്ങനെ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് ഈ ദീൻ